ഇന്ന് ഉലകത്തിൽ ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഒരുവനുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. അനേക തത്വചിന്തകന്മാരുണ്ടായിരുന്നു, അനേക രാഷ്ട്രീയ പ്രഭുക്കന്മാരുണ്ടായിരുന്നു, അനേക മത നേതാക്കന്മാരുണ്ടായിരുന്നു, അനേക ചക്രവർത്തിമാരുണ്ടായിരുന്നു. എന്നാൽ അവർക്ക് ഈ ആറടി മണ്ണിൽ നീറിയൊടുങ്ങുമ്പോൾ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. യേശുവിന്റെ മരണത്തിലെല്ലാം കഴിഞ്ഞെന്ന് ഈ ലോകം വിധിയെഴുതി. അതെ, യേശുവിന്റെ മരണം അതേ ഒരു പ്രത്യേക മരണമായിരുന്നു. കാരണം എന്തെന്ന് ചോദിച്ചാൽ, അരിമത്യക്കാരനായ യോസഫിന്റെ പുതിയ കല്ലറയിൽ യേശുവിനെ അടക്കം ചെയ്തിട്ട് വലിയ കല്ലുരുട്ടി വെച്ചിട്ട് റോമൻ പടയാളികളെ കാവൽ നിർത്തിയിട്ട് റോമൻ ഇംപീരിയൽ മുതൽ വധിപ്പിച്ച് ആർക്കും ഇതിനകത്തുനിന്ന് ഇവനൊരിക്കലും പുറത്തു വരരുതെന്ന് വിചാരിച്ചുകൊണ്ട് സർവ്വ അധികാരവും ലോകത്തിന്റെ ചുമത്തിക്കൊണ്ട് ആ കല്ലറകളെ ബന്ധിച്ചു വെക്കുമ്പോൾ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, അവൻ തിരുവെഴുത്തിൻ പ്രകാരം 3-ാം ദിവസം റോമൻ കല്ലറകളെ വെല്ലുവിളിച്ചുകൊണ്ട്, റോമൻ സാമ്രാജ്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, റോമൻ ഇംപീരിയൽ മുദ്രകളെ തകർത്തുകൊണ്ട് വാഴ്ത്തപ്പെട്ട നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുവാനിടയായി തീർന്നു. ഇന്നും അവൻ ജീവിക്കുന്ന ദൈവമാണ്. എന്നാൽ യേശു അത് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് തന്റെ അരിമ ശിഷ്യന്മാരെ അടുക്ക വിളിച്ച് അവരെ ആശീർവദിച്ചതിനു ശേഷം അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്തും നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് ചേർത്തുകൊള്ളും. യേശു ആകാശമേഘങ്ങളിലേക്ക് കടന്നു പോകുന്ന നോക്കി നിൽക്കുന്ന ഗലീല